പുതുവർഷ ദിനത്തിൽ ന്യൂയോർക്ക് നഗരത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ് തുറക്കപ്പെടുന്നത്. 34-ാം വയസ്സിൽ സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതൊരു നഗരത്തിന്റെ മാത്രം സംഭവമല്ല, കുടിയേറ്റക്കാരുടെയും ഇന്ത്യക്കാരുടെയും ലോകമാകെയുള്ള ജനാധിപത്യ വിശ്വാസികളുടെയും അഭിമാന നിമിഷമായി മാറുകയാണ്. ന്യൂയോർക്കിന്റെ മേയറാവുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ, ആദ്യ മുസ്ലിം. ഇതൊരു നഗരത്തിന്റെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹങ്ങളുടെയും ഇന്ത്യക്കാരുടെയും അഭിമാന നിമിഷമായി മാറുന്നു. ഇന്ത്യൻ സമയം രാവിലെ 10:30 നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുസ്ലിം മതവിശ്വാസിയായ മംദാനി ഖുറാൻ കയ്യിലേന്തിയാണ് അധികാരമേറ്റത്. Zohran Kwame Mamdani do solemnly swear that I will support the Constitution of the United States. ന്യൂയോർക്ക് പോലുള്ള ബഹുസ്വര സമൂഹത്തിന്റെ നഗര ഭരണകൂടത്തിൽ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെയും വൈവിധ്യത്തിന്റെയും ശക്തമായ രാഷ്ട്രീയ സന്ദേശമായി ഈ ദൃശ്യം മാറുന്നു. കടുത്ത ട്രംപ് വിരുദ്ധ നിലപാടുകളിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ മംദാനിയുടെ സത്യപ്രതിജ്ഞ ന്യൂയോർക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള നിമിഷങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. മംദാനി അധികാരത്തിലെത്തിയാൽ നഗരത്തിന് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും നിഷേധിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറഞ്ഞിരുന്നു. മംദാനിയുടെ ഉയർച്ച ട്രംപ് രാഷ്ട്രീയത്തിന് എത്രത്തോളം അസ്വീകാര്യമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ന്യൂയോർക്ക് കുടിയേറ്റക്കാരാൽ നിർമ്മിതമായ നഗരമാണ്, ഇനിയത് നയിക്കുന്നതും ഒരു കുടിയേറ്റക്കാരനാവും എന്ന മംദാനിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദർശനത്തിന്റെ സാരാംശമാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ മുൻനിർത്തി പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്താണ് അദ്ദേഹം ജനവിധി സ്വന്തമാക്കിയത്. കേരളത്തിലെ ആര്യ രാജേന്ദ്രനെ പോലെ പ്രായത്തിന്റെ പരിധികൾ തകർത്തുകൊണ്ട് അധികാരത്തിലേക്കെത്തുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രതീകമായി മംദാനിയെയും ലോകം കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ന്യൂയോർക്ക് നഗരം മാത്രമല്ല, സാമൂഹ്യനീതിയും സമത്വവും രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ലോകമാകെ മംദാനിയുടെ ഭരണകാലം ഉറ്റുനോക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.